നമ്മുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും ഈ COVID-19 മഹാമാരി ബാധിച്ചു കഴിഞ്ഞു. ഒരുവിധം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാവരുടെയും ജീവിതം ബാധിച്ചു കഴിഞ്ഞു. അതൊരു അൺപ്രസിഡന്റഡ്, മുൻപ് നടന്നിട്ടില്ലാത്ത രീതിയിൽ സമാനമായിട്ടുള്ളൊരു ഉദാഹരണം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരേ സമയത്ത് ലോകത്തിലെ എല്ലാ ദിക്കിലും ജീവിതം അഫക്റ്റഡ് ആകുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലി അതിനൊരു നമ്മുടെ മാനസികാരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നമ്മുടെ മുഖ്യധാരയിൽ ഒരിക്കലും സംസാരിക്കാത്ത ഒരു വിഷയമാണ് മാനസികാരോഗ്യം. ഏറ്റവും അധികം സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഒരു മേഖലയും ഇത് തന്നെയാണ്. ഇന്നും ഇപ്പൊ നമുക്കൊരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ നമ്മളത് ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കില്ല. വളരെയധികം ടബു, സ്റ്റിഗ്മ ഒക്കെ ഉള്ള ഒരു മേഖലയാണ് മാനസികാരോഗ്യ മേഖല. വളരെയധികം തെറ്റിദ്ധാരണകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണല്ലോ ഇത്. അപ്പോ എൻ്റെ കാഴ്ചപ്പാടിൽ ആദ്യത്തെ പോയിന്റ്, ഇതൊരു അവസരമാണ് മാനസികാരോഗ്യത്തിനെ കുറിച്ച് സംസാരിക്കാനും അത്തരം കോൺവെർസേഷൻസ്, മെന്റൽ ഹെൽത്ത് കോൺവെർസേഷൻസിനെ മെയിൻ സ്ട്രീം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നതും. ഒരിക്കലും ഇല്ലാത്ത മാതിരി മാനസികാരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകളും ചിന്തകളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. കാരണം ഇത്തരം കോൺവെർസേഷൻസ് നടക്കുക എപ്പോഴും നമ്മളെ മാതിരി ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ അതിനൊക്കെ ആക്സസ് ഉള്ള മിഡിൽ ക്ലാസ്, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണല്ലോ ഈ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ജീവിതത്തിലെ ഇത് ബാധിച്ചിട്ടുള്ളതും അതിൻ്റെ ആശങ്കകളും ആകുലതകളും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനിപ്പോ നല്ലൊരു ട്രാക്ഷൻ ഉണ്ട്. ഈ അസാധാരണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ഈ മഹാമാരി ബാധിക്കുന്നത്. ഏറ്റവും സാധാരണ മറ്റെല്ലാ സിറ്റുവേഷൻസിലെ മാതിരി തന്നെ സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരെയാണ് നാച്ചുറലി ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പോ അവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ല ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസിന്റെ ഇഷ്യൂ, നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ ആ ഇക്കണോമിക് ഹാർഡ്ഷിപ്സും ജീവിതത്തിൽ വന്നിട്ടുള്ള ഡിസ്റപ്ഷൻസും ആണ് ശരിക്ക് ഈ പാൻഡമിക്കിന്റെ മാനസികാരോഗ്യ അവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അതായത് മില്യൺസ് ഓഫ് പീപ്പിൾ, ആസ് വി നോ, ഹാവ് ബീൻ അഫക്റ്റഡ്. പ്രത്യേകിച്ച് ഇന്ത്യ മാതിരി ഒരു രാജ്യത്ത് നിങ്ങളെല്ലാവരും കേരളത്തിന് പുറത്തുള്ളവരൊക്കെ കണ്ടു കാണുമല്ലോ TV-യിൽ ധാരാളം. അപ്പൊ ആ ഇക്കണോമിക് ഹാർഡ്ഷിപ്സിന്റെ മെന്റൽ ഹെൽത്ത് ആസ്പെക്ട്സ് ആണ് ശരിക്കും പ്രധാനം. പിന്നെ അതല്ലാതെ ഈ അസുഖത്തിനെ സംബന്ധിച്ച്, കൊറോണയെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും പേടികളും ആൻസൈറ്റീസും, പിന്നെ പൊതുവെ ഡിസ്റപ്ഷൻ ഓഫ് അവർ ലൈഫ്സ്. നാട്ടിൽ വരണമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നുണ്ടാവില്ല, പോകണമെന്ന് വിചാരിച്ച ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ കരിയറുകൾ മുടങ്ങുന്നു, എഡ്യൂക്കേഷൻ മുടങ്ങുന്നു, നീണ്ടുപോകുന്നു, അങ്ങനെ യാത്ര അസാധ്യമായി. അങ്ങനെ പല രീതിയിലും നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു കാലികമായിട്ടുള്ള ഒരു പ്രസക്തി അതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ എല്ലാ കൊല്ലവും ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ കമ്മമറേറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ തീം ഈ കാണുന്നതാണ്, മെന്റൽ ഹെൽത്ത് ഫോർ ഓൾ. മാനസികാരോഗ്യ രംഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, കൂടുതൽ ആക്സസ് ഉണ്ടാകണം എല്ലാവർക്കും എന്നുള്ള ഒരു തീമാണ്. അപ്പൊ അതൊരു കാലിക പ്രസക്തി അതിന് വന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷനെ സംബന്ധിച്ചിടത്തോളം 2 ആസ്പെക്ട്സിലാണ് നമ്മളിത് കാണേണ്ടത്. നേരത്തെ പറഞ്ഞ മാതിരി വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും, പിന്നെ അതിനപ്പുറമായിട്ട് സമൂഹത്തിനെ, ഒരു രാജ്യത്തിനെ മൊത്തത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തുള്ള മാനസിക രോഗികളെ എങ്ങനെ ബാധിക്കുന്നു
എന്നുള്ളത് ഇത് രണ്ടായിട്ട് കാണണം. നമ്മൾ സാധാരണ നമ്മൾ കാണാറില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെ സ്റ്റക്ക് ആണല്ലോ. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിലെ മാനസിക രോഗികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊരു മെയിൻ സ്ട്രീമിൽ വരുന്ന ഒരു ഡിസ്കഷൻ അല്ല സാധാരണ. അപ്പോൾ ആദ്യത്തെ ഇത് നോക്കാം, എങ്ങനെയാണ് വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഇത് ബാധിക്കുന്നത് എന്നുള്ളത്. അത് വളരെ ഒബ്വിയസ് ആണ്. പിന്നെ ഈ ലോക്ക്ഡൌണിന്റെ അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ യാത്രയിലും ജീവിതത്തിലും ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇക്കണോമിക്കലിയും ഉള്ള ഡിസ്റപ്ഷനുകൾ. അതിനുശേഷം ഈ ലോക്ക്ഡൌൺ പീരീഡ് മാറി, ഇപ്പൊ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. UK പുതിയ ലോക്ക്ഡൌൺ വന്നിരിക്കുകയാണ്. അപ്പൊ അത് ഇവിടൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടെയ്ൻമെന്റ് സോണുകളാകും, ചില വാർഡുകളും ഒക്കെ. അപ്പൊ അതിനകത്തുള്ള ആൾക്കാരുടെ യാത്രയും എല്ലാം മുടങ്ങും. അങ്ങനെ ഒരു പുതിയ ന്യൂ നോർമൽ മാനേജ് ചെയ്യലാണ് ഇപ്പോഴത്തെ നമ്മുടെ ചാലഞ്ച്, നമ്മുടെ മുന്നിലുള്ള ചാലഞ്ച്. ലോങ് ടേം ആയിട്ട് ഇനി എന്താണ് ഇത്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഭാവിയെ അഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. വാക്സിൻ വരുന്നു, അതിന്റെ ഫലപ്രദമായിട്ടുള്ളത്, വീണ്ടും റീഇൻഫെക്ഷൻ വരുമോ, പുതിയ എപ്പിഡമിക്സ് വരുമോ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഭാവിയെ ബാധിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഇത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ, ഒരു മാർച്ച് ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിൽ അതിന് കൃത്യമായിട്ട് ഒരു അളക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഇത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു ലൈനിലാണ് WHO മുതൽക്ക് എല്ലാവരും പോയത്. സോഷ്യൽ ഐസൊലേഷൻ, ഇൻഫെക്ഷൻ വരുമോ എന്നുള്ള പേടി, മരണം അന്ന് എത്രത്തോളം മരണം ഉണ്ടാവും എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെയധികം മരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആകും. പിന്നെ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോസ് ഓഫ് ഇൻകം, ലോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ഒക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തൊട്ടേ കണ്ടത്. അതായത് ആദ്യം തൊട്ടേ നമ്മൾ അങ്ങ് തീരുമാനിച്ചിരുന്നു ഇതിന് കാര്യമായിട്ടുള്ള മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന്. ആദ്യകാലത്ത് വന്നിട്ടുള്ള സ്റ്റഡികളും ഒക്കെ അത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഓൺ ദ ഗ്രൗണ്ട് റിയാലിറ്റീസ് അത്രത്തോളം ഭീകരമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ സ്റ്റഡീസ് ഒക്കെ വളരെ ലളിതമായിട്ടുള്ള സ്റ്റഡീസ് ആയിരുന്നു ആദ്യകാലത്ത് വന്നിരുന്നത്. അതായത് ക്വസ്റ്റിനെയർസ് വെച്ചിട്ട് ഇപ്പൊ ഫോൺ വഴിയോ ഒക്കെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ട്. ആങ്സൈറ്റി ഇല്ല എന്നാരും പറയില്ലല്ലോ. അപ്പൊ ആദ്യകാലത്തെ സ്റ്റഡീസിലൊക്കെ എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും വളരെയധികം ആങ്സൈറ്റിയും ലോ മൂഡും ഉറക്കക്കുറവും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതെല്ലാം അപ്പൊ നമ്മൾ ചോദിക്കുന്നതാണ്. ഇപ്പൊ ചോദിച്ചാലും, ഇപ്പൊ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും ചോദിച്ചാലും എന്തെങ്കിലും ആരും പറയാൻ പോകുന്നില്ല ഇത് എന്നെ ബാധിച്ചിട്ടില്ല, ഇതൊരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ ആരും പറയില്ല. അപ്പൊ ഈ ക്രോസ് സെക്ഷണൽ ആയിട്ടുള്ള സർവേകളുടെ ഒരു പ്രശ്നമാണത്. ഇത്തരം സർവേ കൊണ്ടൊന്നും ഒരു സൈക്കാട്രിക് ഡയഗ്നോസിസിൽ എത്തുന്നില്ല. കാരണം ഒരു സൈക്കാട്രിക് ഒരു ചികിത്സിക്കേണ്ട ഒരു കാര്യം വന്നാലല്ലേ നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ ആദ്യകാല സ്റ്റഡീസിലും പിന്നീട് വന്ന പല സ്റ്റഡീസിലും ഒക്കെ ഉള്ള പ്രശ്നം അതായിരുന്നു. അതായത് അപ്പൊ ഉള്ള നമ്മുടെ ആങ്സൈറ്റീസിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തിട്ട് ഇതൊരു വലിയ മാനസിക പ്രശ്നം ആകും എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര വലിയ ഡിസാസ്റ്റേഴ്സ് ആണെങ്കിലും അതിനുശേഷം ഒരു ഇൻക്രീസ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ 1-2 ഫ്ലഡ്സ് വന്നു കഴിഞ്ഞ വർഷങ്ങളിൽ, ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഡയറക്റ്റ്ലി മാനസിക രോഗമായിട്ട് അല്ലെങ്കിൽ ചികിത്സിക്കേണ്ട അവസ്ഥകളായിട്ട് സാധാരണ മാറുന്നില്ല. ലോകത്തിലെ മൊത്തം ഡിസാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിലും കാര്യമായിട്ട് പ്രത്യാഘാതങ്ങൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതൊരു കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഓൺഗോയിങ് പ്രശ്നമാണല്ലോ. അപ്പൊ നമുക്ക് ആകെ കമ്പയർ ചെയ്യാവുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള സ്പാനിഷ് ഫ്ലൂ, അതായത് ഇൻഫ്ലുവൻസയുടെ എപ്പിഡമിക്സ് ഉണ്ടായല്ലോ.
അതിലും അധികം എവിഡൻസ് ഒന്നുമില്ല അതിനുശേഷം മാനസിക രോഗങ്ങൾ വളരെ കൂടിയെന്നോ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കുറെ ആൾക്കാരെ ആ ഫ്ലൂവും അതുകൊണ്ടുണ്ടായ മരണങ്ങളും ജീവിതത്തിലെ ഡിസ്റപ്ഷനും ഒക്കെ കാര്യമായിട്ട് ബാധിച്ചു എന്ന് വലിയ തെളിവുകളില്ല. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാൻഡമിക്കിനെ ആയിട്ട് അനുബന്ധിച്ചിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അത്ര വലിയൊരു ഇഷ്യൂ അല്ല, താൽക്കാലികമാണ്. മാനസിക രോഗങ്ങൾ കൂടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത് ബാഹ്യമായിട്ടുള്ള നമ്മളെ ചുറ്റുമുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ പൊതുവെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. സ്ട്രെസ് ഉണ്ടായി, അതുകൊണ്ട് എന്നുള്ള ഒരു ലിങ്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കടബാധ്യത കൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്തു, പ്രേമനൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തു, പരീക്ഷയിൽ തോറ്റത് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുക കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടറോട്? തീർച്ചയായിട്ടും. ഇപ്പം യു ആക്ച്വലി വെരി നൈസ്ലി സെഡ് ദാറ്റ് ആ കാര്യകാരണ ബന്ധമൊന്നും വേണമെന്നില്ല. നേരെ മറിച്ച് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതുപോലത്തെ ഒരു പാൻഡമിക്കോ ഒരു ഡിസാസ്റ്ററോ വരുമ്പോൾ ഡസ് ദാറ്റ് മേക്ക് ജനറലി പീപ്പിൾ മോർ റെസിലിയന്റ് ടു withstanding stress? അവിടെയാണ്. I'll come to that later in the presentation. Okay, thank you. നമ്മുടെ ഈ സ്ട്രെസ്, when does stress become important? നമ്മുടെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുമ്പോഴല്ലേ സ്ട്രെസ് ഇമ്പോർട്ടന്റ് ആകുന്നത്. അവിടെ ഒരു ഡിവൈഡിങ് ലൈൻ ഉണ്ട്. പൊതുവെ നമ്മള് ഇപ്പൊ ഈ സിറ്റുവേഷനിലെ അൺസർട്ടനിറ്റീസ് നമ്മൾക്ക് സ്ട്രെസ്സാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിനെ സാരമായിട്ട് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ റെസിലിയന്റ് എന്നുള്ളതാണല്ലോ. അത് ആ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഹു ആർ റെസിലിയന്റ് അവർക്കൊന്നും വരാൻ പോകുന്നില്ല. സോ അപ്പൊ റെസിലിയൻസ് കുറയുകയല്ല. Resilience is an internal quality. The other side of that coin is vulnerability. അതിന് കുറേ കാരണങ്ങളുണ്ട്, ജനറ്റിക് ആയിട്ടും ബയോളജിക്കൽ ആയിട്ടും ഒക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാമിലിയിൽ പല ഹെൽത്ത് കണ്ടീഷൻസും ഹെറിഡിറ്ററി ആയിട്ടുണ്ട്. അതിൽ ആദ്യം ഞാൻ അനുഭവിച്ചത് മയോപ്പിയ. ഞാൻ 8-10 വയസ്സുള്ളപ്പോൾ തൊട്ട് കണ്ണട വയ്ക്കുന്നതാണ്. മയോപ്പിയ ഞങ്ങളുടെ ഫാമിലിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്, ഹൈ മയോപ്പിയ. അതുകൊണ്ട് റെറ്റിനൽ പ്രോബ്ലംസ് ഉണ്ട്, ഡിമെൻഷ്യയുടെ ഉണ്ട്, ഡിപ്രഷൻ്റെ ഉണ്ട്, അങ്ങനെ പല ഫാമിലി ഹിസ്റ്ററിയും ഉണ്ട് എനിക്ക്. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വരുമ്പോൾ എനിക്കും വരുന്നുണ്ട്. എനിക്കും ഒരു മെന്റൽ ഇൽനെസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് ഒട്ടും അത്ഭുതം തോന്നില്ല, കാരണം എൻ്റെ ഫാമിലിയിൽ പലർക്കും ഉള്ളതാണ്. ഇത് കുറച്ചൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അപ്പൊ ആ ഭാഗ്യത്തിന് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം മെന്റൽ പ്രോബ്ലംസ് വന്നപ്പോ ഒരു സ്ട്രെസ്സും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതുവരെ റെസിലിയന്റ് ആയിരുന്ന എനിക്ക് ആ ഒരു ഘട്ടത്തില് എക്സ്റ്റേണലി ഒരു കാരണവും ഇല്ലാണ്ട് ഐ വെന്റ് ഡൗൺ. അപ്പോ ഈ റെസിലിയൻസ് ഇസ് എ ഫിക്സ്ഡ് ക്വാളിറ്റി. ഈ പാൻഡമിക്കില് ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ ബിക്കം മോർ റെസിലിയന്റ് ഓർ ലെസ് റെസിലിയന്റ്. മെന്റൽ ഇൽനെസ്സസ് ആർ കോമൺ. അപ്പൊ അത് ഇടയ്ക്കിടെ അത് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ കുറെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോ ഇറ്റ് മാനിഫെസ്റ്റ്. ആ മാനിഫെസ്റ്റേഷൻ പാൻഡമിക്കുകളിലോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കഴിയുമ്പോഴോ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. Does that make sense? Okay, yeah, yes, yeah. Okay. അപ്പൊ പക്ഷേ അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഇതൊരു നല്ല ഒരു അവസരമാണ് നമുക്കൊന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട്. ഈ മെന്റൽ ഹെൽത്തിലെ ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും ബാധിക്കുന്നത് ഒന്നായതുകൊണ്ടും നമ്മളെ ഏറ്റവും ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതും കോൺവെർസേഷൻസ് നടത്താൻ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട്
This now gives us an opportunity to think about mental health, to evaluate our own lives. ഗവൺമെന്റുകളും എംപ്ലോയേഴ്സും ഏത് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാലും ഒരു സമൂഹത്തിന് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് എന്നൊക്കെ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഒരു സമൂഹത്തിനെ ഓരോ രോഗവും എത്രത്തോളം അഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഒരു കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ വർഷവും റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിയാൽ സമൂഹത്തിന് ഏറ്റവും മോർട്ടാലിറ്റി അല്ല, മരണനിരക്കല്ല കേട്ടോ. മരണനിരക്ക് ക്യാൻസറും റോഡ് ആക്സിഡൻസും ഹാർട്ട് അറ്റാക്കും ഒക്കെ ആയിരിക്കും. പക്ഷെ മരണനിരക്ക് മാറ്റി നിർത്തിയാൽ സമൂഹത്തിന് ഏറ്റവും വില കൊടുക്കേണ്ട അസുഖങ്ങൾ നോക്കിയാൽ നമ്പർ 2 പൊസിഷനിൽ ഡിപ്രഷൻ ആണ്. അതായത് ഇഫ് യു ആർ എൻ എംപ്ലോയർ, നിങ്ങളുടെ എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഗിവ് യു ഹയർ റിട്ടേൺസ്. ആൻഡ് ഗവൺമെന്റിനും ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓഫ്കോഴ്സ് വെസ്റ്റിലെ ഗവൺമെന്റ്സിന് മനസ്സിലായിട്ടുണ്ട്, UK-ലും കാനഡയിലും ഒക്കെ ഉള്ള സ്ഥലം മാതിരിയുള്ള. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോഴും മെന്റൽ ഹെൽത്തിന് വളരെ 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 തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഹെൽത്തിന് തന്നെ ആസ് യു ഓൾ പ്രോബബ്ലി നോ ഒരു ലെസ് ദാൻ 1.5% ഓഫ് GDP ആണ് ഹെൽത്തിന്, 17% ആണ് ഡിഫൻസിന് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആ 1.5% ഓഫ് GDP ഹെൽത്തിന് സ്പെൻഡ് ചെയ്യുന്നതിൽ ലെസ് ദാൻ 0.05% ആണ് മെന്റൽ ഹെൽത്തിന്. അപ്പോ ഒരു സമൂഹത്തിന്റെ ഏറ്റവും അധികം അഫക്ട് ചെയ്യുന്ന മെന്റൽ ഹെൽത്തിലെ മെന്റൽ ഇൽനെസസിന് നമ്മൾ കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത്, സ്റ്റിഗ്മ മുതലായതിന് അതിനെല്ലാത്തിനും ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മളത് മാറ്റേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാനും ഒരു മാറ്റങ്ങൾ വരുത്താനുമുള്ള ഒരു അവസരമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി റെസിലിയൻസ്, അതായത് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്, അതെല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിഗ്മയൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണ്. അതിനെക്കുറിച്ച് ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്, എപ്പോഴും നമുക്കറിയാം. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത് പോസിറ്റീവ് മെന്റൽ ഹെൽത്തിന് വേണ്ട നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഭക്ഷണം ക്രമീകരിക്കുക, എക്സർസൈസ്, യോഗ, ഹോബീസ് എടുക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോ അതെല്ലാം നമുക്ക് തുടർന്ന് തന്നെ ചെയ്യണം. പിന്നെയാണ് ഈ വരുന്ന സ്ട്രെസ് എന്താണെന്നുള്ളതും എങ്ങനെയാണ് സ്ട്രെസ്സിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊരു ടോട്ടലി ഒരു നീണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് മുഴുവൻ കടക്കുന്നില്ല. പക്ഷെ സഫൈസ് ടു സേ ദാറ്റ് സ്ട്രെസ് നമുക്ക് ഉണ്ട്, നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡിൽ കൂടെയാണ് കടന്നു പോകുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അവിടുന്ന് തൊട്ട് സ്റ്റിഗ്മ തുടങ്ങാണ്. കാരണം ഈ ശരീരവും മനസ്സും വേറിട്ടതാണ് എന്നുള്ള ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ചിന്താഗതി കൊണ്ട് നമ്മൾ ശരീരത്തിലെ രോഗങ്ങൾ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ വി ഡോണ്ട് ലൈക്ക് ഇറ്റ്, പക്ഷെ അതില് നാണക്കേടില്ല. വേറെ റെസിലിയൻസ് ഇല്ല, അല്ലെങ്കിൽ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നു എന്ന് നമ്മൾ ഏതോ ഒരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം മാതിരിയാണ്. പക്ഷെ ഈ റെസിലിയന്റ് ആയിട്ടുള്ള ആളും റെസിലിയന്റ് അല്ലാത്ത ആളും അത് അവരുടെ കഴിവുകൾ കൊണ്ടല്ല, അത് ബയോളജിക്കലായിട്ട് ജന്മനാ തൊട്ട് ഷേപ്പ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഒരു നേച്ചറാണ്. അതിൽ നമുക്ക് റെസിലിയന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ മെന്റലി സ്ട്രോങ് എന്ന് അഭിമാനിക്കാനും ഇല്ല, റെസിലിയന്റ് അല്ലാത്ത ആൾക്കാർക്ക് അയ്യോ ഞാൻ ഇങ്ങനെ ഒരു വീക്ക് പേഴ്സൺ ആയിപ്പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യവുമില്ല എന്ന് എനിക്ക് പറയാം. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. നമ്മുടെ ഒരു കഴിവായിട്ടാണ് കാണുന്നത് റെസിലിയൻസിന്. അത് മനുഷ്യന്റെ ചിന്താഗതി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സൈലന്റ്ലി വി വിൽ സ്ട്രഗിൾ വിത്ത് സ്ട്രെസ്. മാത്രമല്ല നമ്മൾ സ്ട്രെസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്താലും എവിടുന്ന് തുടങ്ങണം എന്നുള്ളതൊരു വലിയൊരു കൺഫ്യൂഷനാണ്. യോഗ ചെയ്യണോ, ഇന്റർനെറ്റിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണോ, കൗൺസിലറുടെ അടുത്ത് പോകണോ എന്നൊക്കെ ആകെ ആർക്കും ഒരു വ്യക്തത ഇല്ലാത്തതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഈ വ്യക്തത വരുത്തേണ്ടത് ഗവൺമെന്റുകളുടെയും എംപ്ലോയീസിന്റെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ ചുമതലയാണ്. സ്ട്രെസ് ഉണ്ട് എങ്കിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതിനെന്ത് ചെയ്യണം എന്നുള്ളത്. വീണ്ടും അവിടെ തടങ്ങായിട്ട് നിൽക്കുന്നത് സ്റ്റിഗ്മയാണ്.
അടുത്ത ലെവലാണ് ഈ സ്ട്രെസ് നമ്മളെ അഫക്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് അതിനപ്പുറം ഒരു മാനസിക രോഗം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇതേ ഇഷ്യൂസ് ആണ്. സ്റ്റിഗ്മ, എവിടെ തുടങ്ങണമെന്ന് ആർക്കും അറിയില്ല. ഇത് വികസിത രാജ്യങ്ങളിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണെങ്കിൽ പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്റ്റുഡൻസ് കൗൺസിലിംഗ് സെന്ററും അവിടെ പോകുന്നത് ഒരു സ്റ്റിഗ്മറ്റൈസിങ് അല്ലാത്തൊരു കാര്യവുമൊക്കെ ആയി മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെസിലിയൻസ് പറഞ്ഞല്ലോ, റെസിലിയൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളും ഈ സ്ട്രെസ്സിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളും അസുഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അസുഖത്തിന് ഡീൽ ചെയ്യുന്നതും വേറെ വേറെ ഫാക്ടേഴ്സ് ആണ്. അതായത് ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല പോസിറ്റീവ് മെന്റൽ ഹെൽത്തിന് വേണ്ട കാര്യങ്ങളും ആ പോസിറ്റീവ് മെന്റൽ ഹെൽത്തിൽ കോട്ടം തട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും those are totally different to factors which cause mental illness and the remedies of mental illness. അത് ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കണം. നമുക്ക് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം അതുകൊണ്ടാണ് കുറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. യെസ് സുജിത്. I got what you say. ആർക്കെങ്കിലും ഓഡിയൻസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം കേട്ടോ ഡോക്ടറോട്. ഇത് ഈ ഒരു പോയിന്റ് ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് ദാറ്റ് ഡോക്ടർ മെയ്ഡ്. കാരണം ഇത് വലിയൊരു കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കും നമ്മളെ അടുത്ത്, അൾട്ടിമേറ്റ്ലി നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ പറയാണ് ഐ തിങ്ക് ചികിത്സ വേണം, ഒരു സൈക്കോതെറാപ്പി വേണം, മരുന്നും വേണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അയ്യോ ഡോക്ടറെ അത് വേണോ, മരുന്ന് കഴിക്കണോ, ഞങ്ങൾ യോഗയൊക്കെ ചെയ്താൽ മതിയോ, വല്ല യോഗ വെച്ച് ചെയ്താൽ മതിയോ, മെഡിറ്റേഷൻ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ചോദിക്കും. അത് ഈ കൺഫ്യൂഷൻ കൊണ്ടാണ്. Factors which are important for our normal health are not the factors which, or the absence of those factors are not what causes illnesses. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ നല്ലതാവണം നമ്മൾ, പക്ഷെ അതെല്ലാം ചെയ്താലും ചിലപ്പോൾ നമുക്ക് മറ്റു കാരണങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ടെങ്കിൽ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ വരാം. നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും ക്യാൻസർ വരാം. നമ്മുടെ ജീവിത രീതിയിലെ ജീവിതശൈലിയിലെ ഒരു പ്രശ്നം ആയിക്കൊള്ളണമെന്നില്ല ക്യാൻസർ. ക്യാൻസർ വന്നാൽ ഉള്ള ചികിത്സയും വേറെ തന്നെയാണ്, ജീവിത രീതി മെച്ചപ്പെടുത്തലല്ല. ഈ ഒരു കൺഫ്യൂഷൻ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നു ഉണ്ട്. മാനസിക രോഗ ചികിത്സ എന്നുള്ള പേരിൽ മാനസിക ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്നതും ധാരാളമാണ്. ഞാൻ ഒരു കാര്യം ഡോക്ടറോടൊന്ന് ചോദിച്ചോട്ടെ. തീർച്ചയായും. അതായത് ഡോക്ടർ സ്റ്റിഗ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ യു ജനറലൈസ്ഡ് അബൌട്ട് ഇന്ത്യൻസ്. അപ്പൊ ആ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളമായിട്ട് നോക്കുമ്പോൾ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള ബിക്കോസ് ഓഫ് മോർ ലിറ്ററസി, ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ ദാറ്റ് സ്റ്റിഗ്മ or is it the same? Don't think so. It is the same. My opinion is that it is the same, rather than which state, which economic class is also more important. കാരണം മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ്സസിൽ നമ്മൾ എന്താ പറയാ ജീവിച്ചിരിക്കുമ്പോൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്വർഗം ഓൾമോസ്റ്റ് കൈപ്പിടിയിലായിട്ടുണ്ട്. നമുക്ക് ജോലിയുണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഉണ്ട്, വീടുണ്ട്, കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാനസിക രോഗം വരുന്നത്. അപ്പോ നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ജീവിതം ഓൾമോസ്റ്റ് ഉണ്ട്, പക്ഷെ അതിൽ ഒരു ഫാക്ടർ മാത്രമേ, അതിൽ നെഗറ്റീവായിട്ട് ആകെ ഉള്ളത് ഈ മെന്റൽ ഇൽനെസ് മാത്രമായിരിക്കും. വേറെ പാവപ്പെട്ടവരുടെ ഇടയിൽ കുറെ അധികം പ്രശ്നങ്ങളാണ്. അതിന്റെ ഇടയിൽ ഒരു ഫാക്ടറാണ് ഈ മെന്റൽ ഇൽനെസ്. അപ്പോ അവരുടെ പ്രതീക്ഷകളും അവരുടെ ഇടയിലുള്ള സ്റ്റിഗ്മയും ഒക്കെ വ്യത്യാസമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ദേ ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡീൽ വിത്ത്. അപ്പൊ അപ്പൊ നമ്മൾ എംഹാറ്റ് ചെയ്യുന്നതും അതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് മെന്റൽ ഇൽനെസ് ആയതുകൊണ്ട് വി ട്രൈ ടു ഹെൽപ്പ് പീപ്പിൾ ഡീൽ വിത്ത് ദാറ്റ് വൺ ആസ്പെക്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ അതിൽ നമ്മൾ സഹായിക്കാൻ നോക്കും. പക്ഷെ ഇറ്റ് മേക്സ് അതർ പ്രോബ്ലംസ് മോർ എന്താ പറയാ, അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആകും. വേറെ നമ്മുടെ ഇടയിൽ വന്നാൽ ഇതാണ് പ്രശ്നം. ഏറ്റവും അധികം എൻക്വയറീസ് നമുക്ക് വരാറുള്ളത്, നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ടോ, അവിടെ ഒരാളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ആണ് സ്ഥിരം എപ്പോഴും വരുന്നത്. കാരണം ആ ഒരു ആളെ നമ്മുടെ ഇടയിൽ നിന്നും റിമൂവ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കിയാൽ
അവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതം സുഗമമായിട്ട് പോകാൻ പറ്റും. അപ്പോ ഈ സ്റ്റിഗ്മ റിലേറ്റഡ് ഇഷ്യൂസ്, ക്ലാസ് ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ കുറെ കാലം ഉണ്ടായിട്ടുണ്ട്, ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോഴും സൂപ്പർ നാച്ചുറൽ കോസേഷനും പൂജയും അതൊക്കെ എന്റെ ചെറുപ്പകാലത്ത് നിന്ന് ഇപ്പൊ കൂടിയിട്ടേ ഉള്ളൂ. പൂജകളിലും ആസ്ട്രോളജിയും ഇതിലൊക്കെ ഉള്ള വിശ്വാസമൊക്കെ amongst the highest educated people. അപ്പോ so that is what is the issue. അത് നമ്മൾ മനസ്സിലാക്കിയാൽ then we know that while maintaining good positive health is always important, അതല്ല മെന്റൽ ഇൽനെസ് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അവിടെയാണ് ഈ സ്റ്റിഗ്മ വരുന്നത്. കാരണം നമുക്ക് പ്രൈമറി പ്രിവെൻഷൻ സാധ്യമല്ല. മാനസിക രോഗങ്ങൾ തടയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ആകെ ചെയ്യാവുന്നത് ഉണ്ടായി കഴിഞ്ഞാൽ വേഗം ഡിറ്റക്ട് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ടും ട്രീറ്റ്മെന്റും കൊടുക്കുക. ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് സ്റ്റിഗ്മയാണ്. അപ്പോൾ ആ പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ നമ്മൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസും സൈക്കാട്രിക് ഡിസോർഡേഴ്സും തമ്മിലുള്ള ഒരു കൺഫ്യൂഷനാണ് വേറൊരു പ്രശ്നം. നമ്മൾക്ക് ഉള്ളത് ഈ പറഞ്ഞ മാതിരി ഓഫീസിൽ നിറയെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടുള്ള സ്ട്രെസ് ആണോ, അതോ ഇത് ചികിത്സ വേണ്ട ഒരു കണ്ടീഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ. അത് വളരെ ലളിതമായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടാൽ മതി: പ്രശ്നങ്ങളും രോഗങ്ങളും. അതിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്, നമ്മുടെ ഫങ്ഷനിങ്ങിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത്. കാര്യമായിട്ട് സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ രോഗങ്ങളായിട്ട് കണക്കാക്കും. ഫങ്ഷനിങ് അഫക്റ്റഡ് ആണ്. അതിനുള്ള സൊല്യൂഷൻ ആ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അല്ലാതെ ഫാമിലി ഒക്കെ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യും, പക്ഷെ പ്രൈമറിലി ആ ഫങ്ഷനിങ് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഫങ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ചികിത്സ. അതിന് മരുന്നും ടോക്കിംഗ് തെറാപ്പീസ്, കൗൺസിലിംഗ് മുതലായ കാര്യങ്ങളും രണ്ടും ചിലപ്പോൾ വേണ്ടി വരും. ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ, ഫങ്ഷനിങ്ങിനെ, ദൈനംദിന ജീവിതത്തിനെ അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അവിടെ പലപ്പോഴും വ്യക്തിയിൽ ഉള്ള മാറ്റം മാത്രം മതിയാവില്ല. അവിടെയും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ പ്രോബ്ലമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കപ്പിളായിരിക്കും, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും അവരുള്ള ആ സിസ്റ്റം ഉണ്ടല്ലോ, ഫാമിലി സിസ്റ്റം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിലെ വർക്ക് പ്ലേസിലുള്ള സിസ്റ്റം, ആ സിസ്റ്റത്തിലും ചിലപ്പോൾ മാറ്റങ്ങൾ വേണ്ടി വരും. അവിടെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റൂലല്ലോ. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈടെക് IT കമ്പനികളിൽ പോലും നമ്മൾ സെമിനാറൊക്കെ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, അവരുടെ മാനേജേഴ്സിനോട് ഒരു മാനസികമെന്ന് കരുതപ്പെടുന്ന ഒരു പ്രശ്നം പറയാൻ ധൈര്യപ്പെടില്ല എന്നുള്ളത്. കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്വെപ്റ്റ് അണ്ടർ ദ കാർപ്പറ്റ്. സീനിയർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിന്റെ മീറ്റിംഗിലൊക്കെ ഞാൻ ചോദിക്കുന്നത്, വാട്ട് ആർ യു ഡൂയിങ്? അപ്പൊ ഒന്നുമില്ല, ഒരു സ്ഥലത്ത് ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് വെയർ മോർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് റിക്വയർഡ്. അത്തരം പ്രശ്നങ്ങൾക്ക് പിന്നെ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി മുതലായിട്ടുള്ളതാണ് വേണ്ടത്. മരുന്ന് ഒരിക്കലും ആവശ്യം ഉണ്ടാവില്ല. സോ ഇൻ അതർ വേർഡ്സ്, ഫോർ പീപ്പിൾ ഔട്ട്സൈഡ് ദ സൈക്കോളജി, സൈക്കാട്രിക് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ, ഫങ്ഷനിങ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പാൻഡമിക് ആയാലും അല്ലെങ്കിലും അതാണ് അതിന്റെ യാർഡ് സ്റ്റിക്ക്. പാൻഡമിക് കൊണ്ട് ഇത് എക്സ്പ്ലെയിനബിൾ ആവുന്നില്ല. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നേ, അത് ആ സിറ്റുവേഷൻ ശരിയാകുമ്പോൾ മാറും എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ട്. അത് ശരിയല്ല. നമ്മുടെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്താൽ അത് സീരിയസ് പ്രശ്നമാണ്. അതിന് നമ്മൾ സഹായം തേടണം. ഓക്കെ, അപ്പോ 2 പോയിന്റ്സ് ആണ്. ഹെൽത്തിനെയും ഇൽനെസ്സിനെയും ബാധിക്കുന്ന ഫാക്ടേഴ്സും അതിനുള്ള സൊല്യൂഷൻസും രണ്ടും ഡിഫറെന്റ് ആണ്. പ്രശ്നങ്ങളും രോഗങ്ങളും എന്നുള്ള ഒരു വേർതിരിവ് നമ്മൾ നടത്തേണ്ടതാണ്. അപ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് എത്തുള്ളൂ. അപ്പൊ സ്ട്രെസ്സിനെ എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനെ അതൊക്കെ വേറെ ടോപ്പിക്കാണ്. പക്ഷെ സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വയമായിട്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റും.
പക്ഷെ മാറ്റങ്ങൾ വേണ്ടി വരും, വ്യക്തിപരമായിട്ടുള്ള ലെവലിൽ അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ലെവലിൽ. ഇഫ് യു ആർ ഇൻ എൻ ശരിയല്ലാത്തൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ സ്ട്രെസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ജോലി വിടല് അതിന് പ്രതിവിധി ഉണ്ടാവുള്ളൂ. ചിലപ്പോ കേട്ടോ, ചിലപ്പോ നമ്മുടെ ഇന്റേണൽ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും ആ വർക്ക് പ്ലേസിൽ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ അവിടെയും മാറ്റം വേണ്ടി വരും നമ്മളിൽ. സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും എവിടെ ആണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൽ നമുക്ക് തെറ്റ് പറ്റുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി വരും. പക്ഷെ മാറ്റം ഇല്ലാണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടോപ്പിക്ക് നിർത്തുകയാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ പാൻഡമിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇൻഡിവിജ്വൽസിനെ എങ്ങനെ അഫക്ട് ചെയ്യും, എന്ത് ചെയ്യണം എന്നുള്ളതാണ് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ വെച്ച് നിർത്തുന്നില്ല, കാരണം നമുക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പൊ വാട്ട് ഈസ് ഹാപ്പനിങ് അക്രോസ് ദ കൺട്രി, അക്രോസ് ദ വേൾഡ്? ദീർഘകാല മാനസിക രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഈ പാൻഡമിക് എങ്ങനെ ബാധിക്കുന്നു? പ്രത്യേകിച്ച് ഇന്ത്യ മാതിരിയുള്ള രാജ്യങ്ങളിൽ റൂറൽ സെമി റൂറൽ ഏരിയകളിലുള്ള ആൾക്കാർ, കാരണം ട്രാവൽ ആണല്ലോ ഒരു മേജർ ഡിസ്റപ്ഷൻ, അവരെ എങ്ങനെ ബാധിക്കുന്നു? പാവപ്പെട്ടവരെ എങ്ങനെ ബാധിക്കുന്നു? പുതിയതായിട്ട് ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക്, രോഗം ഡയഗ്നോസ് ചെയ്യേണ്ട ആൾക്കാർക്ക് സഹായം കിട്ടുന്നുണ്ടോ? ഇതെല്ലാം ആണ് നമ്മളൊരു സോഷ്യൽ കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവിൽ നിന്നും നോക്കേണ്ടത്. ആൻഡ് സാഡ്ലി ദ ആൻസർ ഇസ് ദാറ്റ് ദീസ് ആർ ഹ്യൂജ്ലി അഫക്റ്റഡ്. ഇപ്പൊ അടുത്ത കാലത്തൊരു നല്ലൊരു സർവേ പുറത്തു വന്നിരുന്നു. അതിൽ വളരെ ക്ലിയർ ആണ്, ഇന്ത്യയിൽ 42 വലിയ മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. അവിടെ നടത്തിയ സർവേയിൽ പുറത്തു വന്നിട്ടുള്ളത്, ഒരുവിധം എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് പഴയ രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല, പുതിയ ആൾക്കാരെ എടുക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലുകളിൽ മാനസിക രോഗ ആശുപത്രികളിൽ ആൾക്കാരെ അധികകാലം വെക്കാൻ പറ്റുന്നില്ല, സ്റ്റാഫ് കോവിഡ് പോസിറ്റീവായിട്ട് പോകുന്നു, സ്റ്റാഫ് ഇല്ല, പേഷ്യൻസിന് കോവിഡ് വരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ചുരുക്കത്തില് ഈ പാൻഡമിക്, എന്റെ അഭിപ്രായത്തില് ഈ പാൻഡമിക്കിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഈസ് അക്രോസ് ദ വേൾഡ് ഓൺ പീപ്പിൾ ഹു ആർ ഓൾറെഡി സഫറിങ് വിത്ത് മെന്റൽ ഇൽനെസ്. അവരുടെ ശരിയായ ചികിത്സയാണ് മുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തില് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കുള്ള വ്യാകുലതകളും ആങ്സൈറ്റീസും ഒന്നുമല്ല. പലരും ഈ യാത്ര മുടങ്ങിയപ്പോൾ ലോക്ക്ഡൌൺ പീരീഡിൽ ചെയ്തത് ഹെൽപ്പ് ലൈൻ സെറ്റപ്പ് ചെയ്യാണ്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അത് അഡ്രസ് ചെയ്യുന്നത് വേറൊരു വിഭാഗം ആൾക്കാരുടെ മേ ബി അത്ര തന്നെ സീരിയസ് അല്ലാത്ത ആങ്സൈറ്റീസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ എംഹാറ്റിൽ എടുത്ത തീരുമാനം, നമ്മൾ അത്തരം മേഖലയിലേക്ക് കടക്കാതെ ഓൾറെഡി നമ്മൾ ചികിത്സിക്കുന്ന, നമ്മുടെ ചികിത്സ കിട്ടുന്ന ആൾക്കാരിൽ ആ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമ്മൾ എടുത്തത്. അപ്പോ ഈ സ്റ്റിഗ്മയെ പറ്റി പറഞ്ഞല്ലോ, അത് സ്റ്റിഗ്മ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു 250 വർഷം മുൻപ് വരെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് മാനസിക രോഗം, പ്രത്യേകിച്ച് ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥ ഒരു സൂപ്പർ നാച്ചുറലി ഉണ്ടാകുന്നതാണ്. 250 വർഷത്തിന് ശേഷവും നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അത് ആ ഒരു തിരിച്ചറിവ്, സൂപ്പർ നാച്ചുറൽ അല്ല, ഇതൊരു രോഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് കാര്യമായിട്ട് എല്ലാത്തിനെയും മാറ്റിയത്. അതോടുകൂടി കമ്പാഷനും കെയറും ഒക്കെ നമ്മൾ മാനസിക രോഗികൾക്ക് കൊടുക്കണം എന്നുള്ളത് വന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു അതിനുള്ള ആദ്യത്തെ ഒരു ആൻസർ. ആൾക്കാരെ നല്ല കെയർ കൊടുക്കാനായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാർപ്പിക്കുക എന്നുള്ള ഒരു ഇത് വന്നു. പക്ഷെ അന്നും ചികിത്സകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ചികിത്സകൾ വന്നു. ഇത് ഈ രോഗങ്ങളെല്ലാം തലച്ചോറിൽ നിന്നുണ്ടാകുന്നതാണ്. മനസ്സ് എന്നുള്ളത് മെഡിക്കൽ സൈക്യാട്രിയുടെ സെൻസിൽ മനസ്സ് എന്ന് പറയുമ്പോൾ, ഫിലോസഫിയുടെയോ റിലിജിയന്റെയോ സെൻസിൽ മനസ്സിന് വേറെ തലങ്ങളുണ്ട്. പക്ഷെ മെഡിക്കൽ സയൻസിൽ മനസ്സ് എന്നുള്ളത് ബ്രെയിനിന്റെ ഒരു ഫങ്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ സോ കോൾഡ് മാനസിക രോഗങ്ങൾ ഭേദമാകുന്നതും ഈ എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവം ബ്രെയിനിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ്. അതായത് ശരീരം മനസ്സ് എന്ന് രണ്ട് ഒരു ഡ്യുവാലിറ്റി, ദ്വയം ഇല്ല. ശരീരത്തിന്റെ ഒരു ഭാഗമാണ് മനസ്സ്. ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ പെട്ടത് തന്നെയാണ് മാനസിക രോഗവും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നു.
ചികിത്സകൾ വന്നു ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. അതോടുകൂടി ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആവശ്യമില്ല എന്ന് വികസിത രാജ്യങ്ങളിൽ മനസ്സിലായി. അങ്ങനെ കെയർ മുഴുവൻ കമ്മ്യൂണിറ്റിയിലേക്ക് മാറി. ഇതാണ് ഒരു പോർട്ടഡ് ഹിസ്റ്ററി ഓഫ് 250 years ഓഫ് സൈക്യാട്രി. അപ്പൊ പക്ഷെ ഈ സൂപ്പർ നാച്ചുറൽ കോസേഷൻ ഉണ്ട് എന്നുള്ളതും ബ്രെയിനും മനസ്സും ശരീരവും വേറെയാണ് എന്നുള്ള വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടും ആണ് ഈ സ്റ്റിഗ്മ ഉണ്ടാകുന്നതും സ്റ്റിഗ്മ ഇപ്പോഴും പെർപ്പച്വേറ്റ് ചെയ്യുന്നതും. ഇപ്പോഴും അഭ്യസ്തവിദ്യരുടെ ഇടയിൽ പോലും ഇന്ത്യയിൽ ആദ്യം തന്നെ പൂജയും പിന്നെ ആസ്ട്രോളജിയും ഒക്കെയാണ് മാനസിക രോഗം വന്നാൽ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് പ്രശ്നങ്ങളും. മാത്രമല്ല ഇത് വളരെ അണ്ടർ റിസോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സൈക്കാട്രിസ്റ്റും സൈക്കാട്രിക് സോഷ്യൽ വർക്കർമാരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോഴും ഇന്ത്യയിൽ അധികവും കെയർ ആശുപത്രികളിലാണ്. പബ്ലിക് മെന്റൽ ഹെൽത്ത് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അണ്ടർ ഫണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതും മിസ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സൈക്കോളജിയും സൈക്കാട്രിക് സോഷ്യൽ വർക്കും നഴ്സിംഗും ഓക്യുപേഷണൽ തെറാപ്പിയും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കാനഡയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മൾട്ടി ഡിസിപ്ലിനറി ടീമുകളായിട്ടാണ് വർക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് എല്ലാവരും വർക്ക് ചെയ്യുക. മാത്രമല്ല മരുന്ന് കൊടുക്കൽ മാത്രമല്ല, സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസും റീഹാബിലിറ്റേഷനും ഫാമിലികൾക്കുള്ള സപ്പോർട്ടും രോഗികളുടെ തന്നെ കൂട്ടായ്മകൾ പിയർ സപ്പോർട്ടും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ത്യയിൽ മിസ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് എംഹാറ്റ് നമ്മൾ തുടങ്ങിയത്. എന്തെല്ലാം സാധ്യമാകുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ എംഹാറ്റിനെ കുറിച്ചും ഞങ്ങളുടെ വർക്കിനെ കുറിച്ചും പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഈ സർവീസസിൽ അപാകതകൾ ധാരാളമുണ്ട്. അതിലൊരു അപാകത ഉള്ള സർവീസുകൾ എല്ലാം സിറ്റികളിലും ടൗണുകളിലുമാണ്. അപ്പോൾ റൂറൽ സെമി റൂറൽ ഏരിയാസിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ചികിത്സ നടക്കൂല. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ഇനിക്വിറ്റി നിലവിൽ നിൽപ്പുണ്ട്. കൂടുതൽ പൈസ ഉള്ള ആൾക്കാർക്ക് നല്ല ചികിത്സ, ഇല്ലാത്തവർക്കൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു റിസോഴ്സസിലും നീഡ്സിലും മിസ്മാച്ച് മീറ്റ് ചെയ്യാനും നേരത്തെ പറഞ്ഞ മാതിരി മരുന്ന് ചികിത്സ കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാകില്ല എന്നുള്ള റിയലൈസേഷനും ഒരു സൈഡില്, കേരളത്തിൽ ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ പാലിയേറ്റീവ് കെയർ ആയാലും ലിറ്ററസി മൂവ്മെന്റ് ആയാലും കേരളത്തിൽ അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടും ആണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സൈക്കാട്രി മോഡലിലേക്ക് നമ്മൾ എത്തുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ വളരെ ലളിതമാണ്. നമുക്ക് പുതിയതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമില്ല. നമുക്ക് എപ്പോഴും ഒരു ചെറിയ ടീം ആൾക്കാരെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു വലിയ നമ്പർ രോഗികളിലേക്ക് ക്ലയൻസിലേക്ക് എത്തണം. അപ്പൊ അതിനുള്ള ഇന്നോവേഷനാണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വോളണ്ടിയർമാരെ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള മാനസിക രോഗ ചികിത്സ കൊടുക്കാൻ ശ്രമിക്കുന്നത്. 11 വർഷത്തിലധികമായി 8 ജില്ലകളിലുണ്ട്. എല്ലാ ആഴ്ചയും നമ്മുടെ ടീമുകൾ, മൾട്ടി ഡിസിപ്ലിനറി ടീം പോകും. എന്നിട്ട് അതാത് സ്ഥലത്തെ ലോക്കൽ പാർട്ട്നേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അവരുടെ വോളണ്ടിയേഴ്സിനെയും അവരുടെ ഫെസിലിറ്റീസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനസിക രോഗ ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോംപ്രിഹെൻസീവ് ആയിട്ട് മരുന്ന് ചികിത്സ മാത്രമല്ല മറ്റു രീതിയിലുള്ള സഹായങ്ങളും സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസ്, ഫാമിലി സപ്പോർട്ട് ആൻഡ് പാർട്ട്നേഴ്സിലൂടെ ഇക്കണോമിക് സപ്പോർട്ട്, മറ്റ് മെഡിക്കൽ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ചികിത്സാ രീതി ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇല്ല തന്നെ, ആരെയും എവിടെയും അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഇതിൽ 4 കീ എലിമെന്റ്സ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി വികേന്ദ്രീകൃതമായിട്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ലോക്കൽ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുത്തിട്ട് അവരുടെ വോളണ്ടിയേഴ്സ് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു മെത്തഡോളജിയാണ് ടാസ്ക് ഷെയറിംഗ് എന്ന് പറയും. അതായത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെയും അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കുറവായിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക്സ് അണ്ടർ സൂപ്പർവിഷൻ ആൻഡ് വിത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പ്രൊഫഷണൽസിന്റെ എണ്ണം കുറഞ്ഞാലും നമുക്ക് നല്ല കെയർ കൊടുക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ഓഫ് ടെക്നോളജി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയൊരു പോപ്പുലേഷനാണ് നമുക്കുള്ളത്, റിസോഴ്സസ് കുറവാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് വളരെ വ്യക്തമായി വീഡിയോ കോൺഫറൻസും വഴിയുള്ള ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കെയർ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്.
പക്ഷെ ഞങ്ങൾ അതിനു മുൻപേ അത്തരത്തിലുള്ള വീഡിയോ കോൺഫറൻസിങ് ബേസ്ഡ് ആയിട്ടുള്ള ടെലിമെഡിസിൻ അല്ലെങ്കിൽ ടെലിസൈക്യാട്രി എന്ന് പറയും, അതിലേക്ക് കടന്നിരുന്നു. പക്ഷെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ഒറ്റയടിക്ക് ഇപ്പൊ അതിന് ആക്സെപ്റ്റൻസ് വന്നു, അതിന് ലീഗൽ ഫ്രെയിംവർക്ക് വന്നു, നമുക്ക് ഇലക്ട്രോണിക്കലി പ്രിസ്ക്രിപ്ഷൻ അയക്കാം എന്നുള്ളതിന് ഒരു നിയമപരമായിട്ടുള്ള ബാക്കിംഗ് വന്നു. ഞങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ എപ്പോഴും ഒരു സംശയത്തിന്റെ ഷാഡോ ഓഫ് ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്യുന്നത് റിയലി ലീഗലി വാലിഡ് ആണോ എന്നുള്ളത്. ഇപ്പൊ വളരെ ക്ലിയർ ആണ്. സോ എവ്രിബഡി ഈസ് നൗ ഡൂയിങ് വാട്ട് വി വർ ഡൂയിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്വിച്ച് ബിക്കെയിം വെരി ഈസി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓൾറെഡി വി ഹാഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ, ഇലക്ട്രോണിക് ഡേറ്റാബേസും പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യലും ആപ്പുകളും പിന്നെ ടെലിഫോൺ ആക്സസിന്റെ സൗകര്യവും വീഡിയോ കോൺഫറൻസിങ് സൗകര്യവും എല്ലാം വർഷങ്ങളായിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് മാർച്ച് ലാസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മോഡൽ മാറ്റാനും നേരിട്ട് പോകാതെ അതാത് സ്ഥലത്തെ വോളണ്ടിയർമാർ മുഖേന നല്ല ചികിത്സ കണ്ടിന്യൂ ചെയ്യാനും പറ്റി. അപ്പൊ എസെൻഷ്യലി നമ്മളുടെ സർവീസസ് ആർ ടോട്ടലി നോട്ട് ഡിസ്റപ്റ്റഡ്. പുതിയ കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ കടന്നില്ല. കോവിഡ് ബാധിതരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നേയില്ല. ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതാണ് അവിടെയാണ് ടെക്നോളജിയുടെ റോള് വരുന്നത്. അപ്പോ ടു കൺക്ലൂഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണല്ലോ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു ടോക്ക് കേൾക്കുമ്പോൾ. അപ്പൊ നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് ഈ കാലാകാലമായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുമുണ്ട് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. മറ്റുള്ളവർക്ക് വരുന്ന ഒരു കാര്യമല്ല സ്ട്രെസ്സും മാനസിക രോഗങ്ങളും ഒക്കെ, നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. അത് ആക്സെപ്റ്റ് ചെയ്യലും ഉടനെ തന്നെ സഹായം തേടലുമാണ് ദ സ്മാർട്ട് വേ ഓഫ് ഡീലിംഗ് വിത്ത് ഇറ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണ്ടി വന്നേക്കാം, സ്ട്രെസ് ഡീൽ ചെയ്യാനുള്ള സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വന്നേക്കാം. സർവോപരി സഹായം തേടലാണ് ഏറ്റവും പ്രധാനം, നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. അതിനുപരിയായിട്ട് ഒരു സമൂഹത്തിന്, കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് ബാധിതരുടെ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പലതും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളോട് എങ്ങനെ ആദ്യമായിട്ട് ഡീൽ ചെയ്യണം, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ മാതിരി എത്രയും നേരത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നു അത്രയും നല്ലത്. അത് ക്യാമ്പസുകളിലും ഓഫീസുകളിലും എല്ലാ സ്ഥലത്തും എത്തണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിറ്റി ലെവലിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊന്നുമല്ല എങ്കിൽ എംഹാറ്റിനെ സഹായിക്കുക എന്നുള്ളൊരു ഫൈനൽ പ്ലഗ് കൂടെ ചെയ്യാണ്. ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. വി വുഡ് വെൽക്കം എനി കൈൻഡ് ഓഫ് സപ്പോർട്ട്, ഗെറ്റ് ഇൻവോൾവ്. ഫ്രണ്ട്സ് ഓഫ് എംഹാറ്റ് എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ട്. പ്ലീസ് ജോയിൻ ദാറ്റ്. ആൻഡ് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ എല്ലാം വെബ് ബേസ്ഡ് ആണ്. മൻ ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, വെബിനാറുകളും ഒക്കെ ആയിട്ട്. നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ മെന്റൽ ഇൽനെസ്സിനെ അല്ല, ഒരു സ്ട്രാൻഡ് കുറെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഒരു സ്ട്രാൻഡ് ഉണ്ട്. മെന്റൽ ഇൽനെസ്സിന് കണക്റ്റഡ് ആയിട്ടുള്ളതുണ്ട്, മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ മെനി അതർ ആക്ടിവിറ്റീസ് ആർ ദർ. സോ പ്ലീസ് ബിക്കം എ ഫ്രണ്ട് ഓഫ് എംഹാറ്റ്. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. താങ്ക്സ്. എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡോക്ടറിനോട്. Definitely. I'll stop sharing. Okay. What is the you didn't mention any correlationship between alcoholism and mental illness, and if it has any changes or anything that has happened during this pandemic period? No. That was a surprise. കാരണം ഈ ഓവർനൈറ്റ് ആൽക്കഹോളിന്റെ അവൈലബിലിറ്റി നിന്നപ്പോ there was a lot of speculation on what would happen. And there were a couple of suicides in the first week, which got a lot of media attention. But by and large, alcohol പെട്ടെന്ന് നിന്നത് കൊണ്ട് അധികം പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സർപ്രൈസ്. കാരണം even though it is a major problem,
Sudden loss of access did not cause as many problems as we had feared. അത് ഇതെല്ലാം ആദ്യമായിട്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ ഇറ്റ്സ് ഓൾ എ ലേണിംഗ് ഫോർ അസ്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. കുറെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഹെൽത്ത് സിസ്റ്റത്തിൽ. മറ്റ് ഇൻഫെക്ഷൻസ്, എല്ലാവരും കൈ കഴുകാനും മാസ്ക് ഇടാനും തുടങ്ങിയതുകൊണ്ട് സീസണൽ ആയിട്ടുണ്ടാകുന്ന മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. ഇക്കൊല്ലം ആശുപത്രികളിൽ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നത് കുറഞ്ഞു ആൾക്കാര്. എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായി. പിന്നെ the other thing was about like the change over to like a telemedicine, teleconsulting. Has that of course the pandemic would have triggered a more common usage of something like a webinar facility or a kind of interaction with the doctor, and how much has it changed what's happening there in Kerala? Again, I can't generalize. ഞങ്ങളുടെ MHATന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ that was very interesting. ഇത് again another example. There are so many facets to everything in life that പലപ്പോഴും നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഈ ടെലിസൈക്കാട്രി, അപ്പൊ വേറെ യാത്രകൾ കംപ്ലീറ്റ്ലി നിന്നു ലോക്ക്ഡൌൺ പീരീഡിൽ. സോ വി ഇമ്മീഡിയറ്റ്ലി എൻഷുർഡ് ദാറ്റ് മെഡിക്കേഷൻ സപ്ലൈ ലൈൻസ് വേർ ഇൻടാക്ട്. അത് ബുദ്ധിമുട്ടുണ്ടായില്ല മെഡിക്കേഷൻസ് എത്തിക്കാനോ ഒന്നും. ആൻഡ് ദെൻ വി ഗിയർഡ് അപ്പ് ഓൾ ദി വോളണ്ടിയേഴ്സ് ടു സീ ദാറ്റ് നോബഡി സഫേർഡ് ഡ്യൂറിംഗ് ദ ലോക്ക്ഡൌൺ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ആക്ച്വലി വോളണ്ടിയർമാരുടെ ഇൻവോൾവ്മെന്റ് ആക്ച്വലി ബിക്കെയിം ബെറ്റർ ദാൻ ബിഫോർ. കാരണം അവരുടെ ചുമതലയായി മാറി വന്നപ്പോ അവര് പിന്നെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനും ഫാമിലീസിനും കൊടുക്കുന്ന കെയർ ആക്ച്വലി ഇംപ്രൂവ്ഡ്. Maybe they got freed up from their usual work as well, right? അതുകൊണ്ട് but in fact we were surprised that there were hardly any relapses. ഇപ്പൊ നമ്മളൊരു സയന്റിഫിക് ആയിട്ട് ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്, looking back and asking them how they perceived and whether there were relapses. പക്ഷെ പ്രാക്ടിക്കലി റിലാപ്സസ് ഒന്നും ഉണ്ടായില്ല. ആൾക്കാരുടെ ഹാപ്പിനെസ് ലെവൽ വിത്ത് വീഡിയോ കോൺഫറൻസിങ് is also quite good. Of course, if they would prefer face-to-face contact, if possible. കാരണം നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റം 1-to-1 ബേസ്ഡ് അല്ലേ. പണ്ട് തൊട്ടേ ഒരു വൈദ്യര് രോഗി എന്നുള്ള ഒരു സിസ്റ്റം ആണല്ലോ. അപ്പൊ ഇന്ന് വരെ നമ്മൾ ആക്ച്വലി രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഫേസ് ടു ഫേസ് വേണമല്ലോ, അതിലെന്താ സംശയം? അപ്പൊ എനിത്തിങ് എൽസ് സച്ച് ആസ് വീഡിയോ കോൺഫറൻസിങ് വിൽ ബി നെസസറിലി ഇൻഫീരിയർ എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ആൾക്കാര് they have made that change without much difficulty. Probably it will also bypass the stigma part because nobody knows that you're in consultation with a psychiatrist. പക്ഷെ അത് സ്റ്റിഗ്മ ഞാൻ പറഞ്ഞില്ലേ, once people are taken into our thing, സ്റ്റിഗ്മ ഒരു വലിയ ഇഷ്യൂ ആവുന്നില്ല. We have seen young women who have recovered get married with the knowledge of the groom's family that ഇങ്ങനെ ഒരു മെന്റൽ ഇൽനെസ് ഉണ്ടായി എന്നുള്ളത്, ആൻഡ് വൈസ് വേഴ്സ ഓൾസോ. ഈ പയ്യൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മളടുത്ത് വന്നിട്ട് തന്നെ സംസാരിക്കും. എന്നിട്ട് വി എക്സ്പ്ലെയിൻ, ഇതാണ് രോഗം, അത് ഇത്ര വലിയ ഇഷ്യൂ ഇല്ല, എന്തെങ്കിലും റിലാപ്സ് ഉണ്ടായാലും നമ്മൾ വിൽ ബി ദേർ ഫോർ യു എന്ന് പറയുമ്പോൾ മാരേജസ് ആർ ഹാപ്പനിങ് ആൻഡ് സോ ഓൺ. അപ്പോ ഇതെല്ലാം മച്ച് മോർ നുവാൻസ്ഡ് ദാൻ വി നോർമലി തിങ്ക്. Okay, the last question that I had was, you mentioned that typical remote unit where they may not be qualified people, but you are training them. Yeah. But anganathe services oru formal credentials kodukkathakka technical training for community mental assistance or mental health assistance, anganathe courses endengilum nammade naattilundo? We are running that. You are doing the courses? Yeah. So you are certified? But that certification will not have any recognition. We are not a recognized training institution. So our certification will not help people in getting jobs in the government sector or whatever. So basically we start with what we call an introductory course. Mumbai, pre-COVID era, we used to run it over a weekend.
4 half days. ഞങ്ങളുടെ ഹെഡ് ഓഫീസിന്റെ ചാലപ്പുറം, കോഴിക്കോട് ചാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ we used to run this 2-day introductory course. But now we run it as 4 sessions of 3 hours each, virtually. So instead of 6 hours in a day, it is 3 hours to successive days, angana 4 days. So 4 into 3, 12 hours, which is a kind of whistle stop tour of the whole area. Then we do online internships. Actually, one is going on now, which is a month-long program, where we go deeper into mental health issues. But more importantly, that is for people who wish to develop skills in this area. അപ്പോൾ സ്റ്റുഡൻസ് അങ്ങനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ who want to start working in this area, അവർക്ക് പിന്നെ ആക്ച്വൽ ആയിട്ടുള്ള എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാം ആൾക്കാരെ, എങ്ങനെ ഒരു ഡയഗ്നോസിസിലെത്താം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കലാണ്. അത് ഒരു 1 month കോഴ്സാണ്. പിന്നെ ഇനി ഇത് ഇപ്പോൾ ദിസ് ഇസ് റണ്ണിങ് നൗ. ഡിസംബറിൽ വീണ്ടും ഇൻട്രൊഡക്ടറി കോഴ്സും വീണ്ടും ഓൺലൈൻ ഇന്റേൺഷിപ്പ് ഒക്കെ വീണ്ടും വരും. And at some point, probably January, we will start an online training program in counseling skills. That will be a longer program. ഇങ്ങനെ പല രീതിയിലും we are trying to train people, but it is not meant for professionalize ചെയ്യാനല്ല. The opposite. Okay. Knowledge should be very democratic. It should be accessible for everybody. But in the same time, you will not be violating any of the any regulations, right? Oh, absolutely not. Absolutely not. But we are working in the voluntary sector. True. അപ്പോൾ ഒരു പേഷ്യന്റിന്റെ ultimate responsibility will be with the professionals. Okay. Under their guidance and supervision, people who do not have professional qualifications will be doing a lot of things. Family sessions conduct ചെയ്യുക, rehabilitation അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, lot of coordination of care, lot of things. ഇപ്പോൾ കാനഡ സിസ്റ്റം എനിക്ക് അറിയില്ല, പക്ഷെ UK-ലാണെങ്കിൽ what കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് നഴ്സ് ഡസ്, അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്തിലെ സോഷ്യൽ വർക്കർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ we get people who do not have qualifications also to do such things. എവിടെയും സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ്, സ്പെഷ്യലൈസ്ഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി കോളേജസ് തന്നെ ഉണ്ട്. Absolutely. ഇവിടെയും മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, പക്ഷെ ഇറ്റ്സ് എ വെരി 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 സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ. ബാക്കി എല്ലാ പ്രൊഫഷൻസും നമുക്കുണ്ട്, പക്ഷെ we have not managed to get a mental health nurse all these years. And numbers of nurses passing out are very few, and they will all aim to go abroad. Okay. ശരി, I'll just check with the audience whether they ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ മനോജിനോട് ചോദിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. Thank you, Dilip. How are we doing with time? I think we are okay, as long as you are fine with sitting with us. I'm fine. 1 hour late. കാണുന്നുണ്ടോ സ്ക്രീൻ? Yeah, I can see. Okay, how to convince a family member who is going through depression to seek medical help. One interesting thing which is happening, at least in Kerala and India, is the role of celebrities, role of social media. I don't know if any of you have seen it. There is ഒരു കേരളത്തില് ഒരു TV channel ran a series, I think for about a year or year and a half, called The Happiness Project. I had featured in one of the early episodes. The anchor of that program is someone called Dhanya Verma. Now she has her own YouTube channel, and for about a couple of months ago, 2 or 3 months ago, she did a video on her own issues with depression. And അതിന്റെ ചാറ്റ് ബോക്സിൽ എൻ്റെ പേരും നമ്പർ ഇട്ടു. And you won't believe how many people reached out to me.
ആ ധന്യവർമ്മയുടെ ഒറ്റ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. Then she did another interview, and again World Mental Health Day came. She did an interview with me, and again that also elicited a lot of inquiries from people. So what I'm trying to say is that kind of thing can often strike a chord. ഇപ്പൊ ഞാൻ ആസ് എ സൈക്കാട്രിസ്റ്റ് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞാൽ that is not very convincing, because that is what you would expect me to say. പക്ഷെ അങ്ങനെ അല്ലാത്ത ദീപിക പടുക്കോണോ അല്ലെങ്കിൽ ഇപ്പോ മലയാളത്തിലും ഫിലിം ഇൻഡസ്ട്രിയിൽ 1-2 പേര് they have come forward. അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ there is more of authenticity in people's mind. So what you could do to convince a family member is to try to get them to watch such videos, people talking about their own experience of depression, how they have overcome it, things like that. That is the only suggestion I have. Other thing is to just convince them, tell them what the reluctant ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയാറില്ല, you have nothing to lose. Consult somebody. ആള് പറയണത് if it is not acceptable to you, don't take it up. What do you have to lose? ഒരു കൺസൾട്ടേഷൻ അല്ലേ, അങ്ങനെ ഞാൻ പറയാറുണ്ട്. Finding a good person is അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. Once you convince a family member, again through MHAT we are happy to help. നേരത്തെ കാണിച്ച വെബ്സൈറ്റ് ID maybe can be shared in the group. You can access online counseling. Counseling എപ്പോഴും നല്ലത് ഫേസ് ടു ഫേസ് തന്നെയാണ്. ഓൺലൈൻ കൗൺസിലിംഗ് obviously has its limitations, പക്ഷേ you can give it a try through MHAT. Could you brief about relevance of cortisol and testosterone hormone levels related to mental health aspects? Can testosterone level be increased naturally? Okay. Cortisol has a complex relationship with mental illness. Okay. Complex because direct ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ല ഈ ഹോർമോൺസിനും ഒക്കെ ഉള്ളത്. പക്ഷെ ബൈ ആൻഡ് ലാർജ് പീപ്പിൾ ഹു ടേക്ക് cortisone or similar cortisone substitute, they have a higher likelihood of developing problems like depression, psychosis, and so on. Generally, steroids, cortisone, anganathe many medicines increase the likelihood of people developing psychiatric disorders. And again, that is because all psychiatric disorders are byproducts of a malfunction in the brain. Appo idu brainilla complex interactions karanam these hormones affect brain functioning and people can develop problems. Testosterone anganathe direct role illa. Testosterone and mental health. Of course, testosterone levels can be increased by supplements. Naturally, എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. Supplements, anything which is lacking in our body, we can only take supplements. അല്ലേ? Vitamin D കുറവാണെങ്കിൽ we supplement with vitamin D. Calcium കുറവാണെങ്കിൽ we have to externally supplement. So that is what I have to say. Yes, taking care of a depressed family, absolutely agree. Absolutely agree. Not just depressed family member, any person with mental issues in our family, it is extremely stressful. I fully acknowledge that. Advice for caregivers is to many aspects. One is to look after themselves. If you are a part of the problem, you cannot be of much help. So you have to കുറച്ച് നമ്മുടെ സ്വന്തം ഫാമിലി ആണെങ്കിലും you have to have a bit of distance from the problem. You have to see things objectively, not in terms of emotions, not in terms of blaming. അങ്ങനെ. The other thing is very practical. You can't do everything yourself. For example, when people with dementia,
Usually family members are the ones who will bring them to us. And what we say is that dementia treatment important is that you set up mechanisms for caring that individual round the clock, either by employing people or by family members sharing. So same thing. The whole burden of care for any mental disorder should not be on one individual. That individual, may need help if they find the stress overpowering. Upper slides like we go back, early detection, lifestyle changes, seeking help. So that is what I would say for that question. But I fully acknowledge, and it is a major problem, and you need to do something about it. Yes, if your key constituency is poor, very much effective, because you must remember that mobile phone penetration is extremely high all over India and definitely in Kerala also. So even the poor people are used to mobile phone technology. And especially when we visit people at home, we use mobile phones for video conferencing, not laptops, or we don't need anything fancy equipment. And people are comfortable. Even tribal people in Wayanad are so comfortable speaking into a phone and seeing us through a phone. So effectiveness in oru vyathyasavum illa, acceptance in koravilla ennaanu njan parayunnathu. It is equally acceptable and equally effective. Because actually, medium alla important. It is what care you provide. How do you treat that individual? The support that you give, the care and compassion that you give. Adellam undengil, whether it is live, face to face, or through video conferencing, I think those are the crucial things. Either this becomes secondary. How do professionals and academic management help an individual in tackling mental problems? Most absolutely. Yeah. The other day I did a session with a industrialist in the group. And there was another person also doing the session, and this lady, she gave a wonderful speech on the other aspects, the resilience, mental health, positive mental health aspects. And one of the things she said, she's quite a well-known trainer and deals with corporates and so on. And she was saying that she found it extremely difficult dealing with management. In that, human resources, HR people, she felt were the most difficult to deal with, because they just do not have a mechanism of acknowledging that people may have mental health issues. So there is a major problem. And again, all of it goes back to the stigma of the mind-body dualism, of us feeling ashamed of our mental issues and so on. So against that kind of universal issues, there are the systemic issues which can be changed. Apparana universal issues marullo, stigma ella marullo. If it becomes possible for employers to offer mental health related help to individuals, the investment required would be small, the returns would be major. But there is all these stumbling blocks are there, mainly attitudinal. ഈ പറഞ്ഞ മാതിരി ജഡ്ജ്മെന്റൽ ആകും, ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇത് വരും. Naturally, after a long consideration, many years ago, maybe 10 years ago, in a meeting of my team, I spoke for the first time about my own mental illness experience. And people didn't know whether I was joking or serious. And then gradually, word got around to the community. For a lot of questions, people asked, അയാൾക്ക് തന്നെ മാനസിക രോഗമാണെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ മറ്റുള്ളവരെ ചികിത്സിക്കുക എന്നുള്ളത്. അപ്പോൾ those kind of judgmental issues will always be there. But the more open we are, the more normalized it will all become. That was the last question. So I think
ഡോക്ടർ നൽകിയ ഉൾക്കാഴ്ചകൾ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കാം നമുക്ക്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തിയ ഡോക്ടർ മനോജിനും ഹാറ്റിനും ഞങ്ങളുടെ കൂട്ടായ്മയുടെ നന്ദി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. യു വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. We'll keep in touch. താങ്ക് യു. Thank you.